ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹപ്രവർത്തകനും തടവുകാരനും തന്റെ പ്രതിസന്ധികളിൽ തന്നെ സഹായിപ്പാൻ കടന്നു വന്നവനുമായ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് മൂല്യമുള്ള ചില പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കർത്താവിന്റെ വേലയിൽ സമർപ്പണ മനസ്സുള്ള ആളുകളുടെ ദൃഷ്ടാന്തങ്ങൾ അപ്പോസ്തലൻ അവതരിപ്പിക്കുകയാണ്. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന 4 ദൃഷ്ടാന്തങ്ങളാണ് അപ്പോസ്തലൻ അധ്യായത്തിൽ പറയുന്നത്. ആദ്യത്തെ ദൃഷ്ടാന്തം കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ കർത്താവിലൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും ക്രൂശിലെ മരണത്തോടും തന്നെ അനുസരണമുള്ളവരായി തീർന്നു എന്ന് പറയുന്നു. സമർപ്പണ മനസ്സിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാത്തമായ ദൃഷ്ടാന്തമാണ് നമ്മുടെ കർത്താവായ യേശു. അവൻ സ്വർഗീയ മഹിമയിലായിരിക്കുമ്പോൾ തന്നെ ആ മഹത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം സ്വീകരിച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. രണ്ടാമത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നതുപോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും എന്ന് ലോകത്തോട് പരസ്യമായി വിളിച്ചു പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് സമർപ്പണ മനസ്സിന്റെ 2-ാമത്തെ ദൃഷ്ടാന്തമാണ്. അദ്ദേഹം തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവിടെ വായിക്കുമ്പോൾ പൗലോസ് അതിന്റെ 12 മുതൽ 18 വാക്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും, മേലാലും ഞാനത് ചെയ്യും എന്ന് പറയുകൊണ്ട് സമർപ്പണ മനസ്സിന്റെ 2-ാമത്തെ ദൃഷ്ടാന്തം പൗലോസാണ് കാണിക്കുന്നത്. 3-ാമത്തെ ആള് 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയപ്പെടുന്ന തിമോത്തിയോസാണ്. എഫേസോസിലെ സഭയുടെ ആദ്യകാല ശുശ്രൂഷകനായിരുന്നവനും പിന്നീട് ആ സഭയുടെ അധ്യക്ഷനായി പൗലോസ് നിയോഗിച്ചവനും സുവിശേഷ വേലയിൽ വളരെ ഉത്സുകനുമായിരുന്ന തിമോത്തിയോസ്. ഓരോരുത്തരും സ്വന്തം ഗുണമത്രേ നോക്കുന്നത്. ഇവനോ മകൻ അപ്പന് എന്ന പോലെ കർത്താവിന്റെ വേലയിൽ, അതായത് സുവിശേഷ വേലയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് അവനെക്കുറിച്ച് എടുത്ത് പറയുന്നു. സമർപ്പണ മനസ്സിന്റെ 3-ാമത്തെ ദൃഷ്ടാന്തമാണ് തിമോത്തിയോസ്. 4-ാമത്തെ ദൃഷ്ടാന്തമാണ് 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 30 വരെയുള്ള വാക്കിൽ പറയപ്പെടുന്ന എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ഈ സഹപ്രവർത്തകൻ. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ പരിമിതമായ ചില വാക്കുകൾ മാത്രമേ ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എപ്പഫ്രോദിത്തോസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, പൗലോസ് സ്ഥാപിച്ച ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികളിൽ ഒരു വ്യക്തിയായിരുന്നു. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയ്ക്ക് മാതൃകയായി, കർത്താവിന് മാതൃകയായി, വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി ഫിലിപ്പിയിലെ സഭയിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു യുവ സ്നേഹിതനാണ് എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ഈ ദൈവഹൃദയം. ഇദ്ദേഹത്തെക്കുറിച്ച് 3 പ്രത്യേക സവിശേഷതകൾ ഈ ഭാഗ്യഭാഗത്ത് പൗലോസ് പറഞ്ഞിട്ട്, 1, ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സന്തുലിതമായ ക്രിസ്തീയത നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ എപ്പഫ്രോദിത്തോസ് എന്ന് പൗലോസ് എടുത്ത് പറയുകയാണ്. എന്താണ് ഈ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് എന്റെ സഹോദരൻ എന്നാണ് അവനെ സംബോധന ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൽ അവന് വളരെ കൂട്ടായ്മ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ സഹോദരൻ. അതുപോലെ തന്നെ എന്റെ കൂട്ടുപ്രവർത്തകൻ, പൗലോസിനോടുകൂടെ കൂട്ടുപ്രവർത്തകനായി അധ്വാനിച്ച വ്യക്തിയാണ്. അത് വാസ്തവത്തില് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയോട് മുതൽ എപ്പഫ്രോദിത്തോസ് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ സഹോദരൻ എന്ന് പറയുന്നത് സുവിശേഷത്തിൽ തനിക്കുള്ള കൂട്ടായ്മയും, എന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ള ബന്ധവും, അതുപോലെ തന്നെ എന്റെ കൂട്ട് തടവുകാൻ, ഫെലോ സോൾജിയർ അല്ലെങ്കിൽ കൂട്ടുപടയാളി എന്ന് പറയുന്നത് അതേ വാസ്തവത്തില് സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം പോരാട്ടം കഴിച്ചു എന്നുള്ളതിനെയും അത് ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിലെ വിശ്വാസികളോട് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ, 1 ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, 2 ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, 3
ഫൈറ്റ് ഫോർ ദി ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ച, അതായത് സുവിശേഷത്തിന്റെ കൂട്ടായ്മ ബന്ധവും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിൽ തന്നെത്താൻ ഇൻവോൾവ് ചെയ്തവനും അതുപോലെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നവനുമായിട്ടുള്ള ഒരു യുവ സഹോദരനായിരുന്നു ഈ എപ്പഫ്രോസ് എന്ന് ഇവിടെ പറയുകയാണ്. എല്ലാ നിലയിലും അവൻ്റെ സന്തുലിതമായ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും ഉള്ള ഒരു വ്യക്തിയായി. പൗലോസ് റോമൻ കാരാഗ്രഹത്തിലായി എന്നറിഞ്ഞപ്പോൾ പൗലോസിന്റെ ആവശ്യങ്ങളിലേക്ക് വേണ്ടി കടന്നുപോയ ഒരു ദേവദാസനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പഫ്രോസ് നമുക്ക് ഏത് നിലയിലാണ് മാതൃകാ പുരുഷനായിത്തീരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ. ഏതെല്ലാം നിലയിൽ? സുവിശേഷത്തിന്റെ കൂട്ടായ്മയിൽ, അതാണ് സഹോദരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സുവിശേഷത്തിന്റെ ഫർദറൻസിൽ, അഭിവൃദ്ധിയിൽ, അതാണ് തന്റെ സഹപ്രവർത്തകൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫെലോ സോൾജിയർ, അതായത് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനുള്ള പോരാട്ടം. ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ആത്മീകമായ ക്രിസ്തീയ കൂട്ടായ്മ ബന്ധവും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിൽ ഉള്ള ഇൻവോൾവ്മെന്റും നാം മുറുകെ പിടിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുവാനുള്ള സന്മനസ്സും കഠിനാധ്വാനവും ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മളൊരു സന്തുലിത ക്രിസ്തീയ വിശ്വാസിയായി മാറുന്നത്. രണ്ടാമത് അദ്ദേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് ഹി വാസ് എ ബേർഡൻഡ് ക്രിസ്ത്യൻ എന്നാണ്. രണ്ടാം അധ്യായത്തിന്റെ 26 27 വാക്യങ്ങൾ. താൻ വളരെ ആത്മഭാരമുള്ള ഒരു യുവ സഹോദരനായിരുന്നു. അവന്റെ സമർപ്പണ മനസ്സിന്റെ ഏറ്റവും ഉത്കർഷമായ വേറൊരു ചിന്തയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അവൻ വളരെ രോഗിയായി തീർന്നു. പൗലൂസിനെ കാണാൻ വേണ്ടി ഈ റോമൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം ചെന്നു. ഏതാണ്ട് താൻ താമസിക്കുന്ന ഫിലിപ്പിയയിൽ നിന്ന് ഏതാണ്ട് 900 മൈൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന റോമൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം പൗലൂസിനെ കാണാൻ ചെന്നു. കടൽമാർഗമുള്ള യാത്രയാണ്. ചില ആഴ്ചകളോ മാസങ്ങളോ എടുത്താണ് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ അവിടെ ചെന്ന ശേഷം നമ്മൾ വായിക്കുന്നു, അവൻ മരണത്തോളം ആയി പോകത്തക്കോണം, മരിച്ചു പോകുമെന്ന് സംശയിച്ചു പോകത്തക്കോണം അവൻ രോഗത്താൽ ബാധിതനായി തീർന്നു. ഈ സമയമായപ്പോഴേക്ക് രോഗശാന്തി വരം പൗലൂസ് നിന്നുപോയിരുന്നു. അത് ഞാൻ മുമ്പ് ഓർപ്പിട്ടതുപോലെ അപ്പോസ്തോലിക കാലത്ത് ദൈവവചനത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ദൈവം നൽകിയ അടയാള വരങ്ങളൊന്നായിരുന്നു അത്ഭുതകരമായ രോഗശാന്തി. പൗലൂസ് താൻ തന്നെ പല ആളുകളെയും നേരിട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ മേൽ തന്റെ ഉത്തരീയം മറ്റും വീശിയപ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയമായപ്പോഴേക്കും റോമൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ട ഈ സമയമായപ്പോഴേക്കും ഒരു അടയാള വരവ് നിലയിൽ ഈ പറയപ്പെട്ട ഇൻസ്റ്റന്റ് ഹീലിംഗ്, പെട്ടെന്നുള്ള ഈ രോഗസൗഖ്യത്തിന്റെ വരം അവസാനിച്ചു പോയി. പൗലോസിനും അതിനുള്ള വരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. കാരണം ആദ്യ നാളിൽ വചനത്തിന്റെ സ്ഥിരീകരണമായിരുന്നല്ലോ ലക്ഷ്യം. അങ്ങനെ വന്നപ്പോൾ അവന് വേണ്ടി, അവന്റെ സൗഖ്യത്തിന് വേണ്ടി പൗലൂസും വളരെ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തു. ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ഈ വിശ്വാസിയായിരിക്കുന്ന ഈ എപ്പഫ്രോദീത്തോസ്, അദ്ദേഹം പൗലോസ് അപ്പോസ്തലനോടുള്ള ആത്മഭാരം, അല്ലെങ്കിൽ പൗലോസ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിലെ ബന്ധനാവസ്ഥയെക്കുറിച്ചുള്ള ചിന്താഭാരം നിമിത്തം ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിന്റെ തടവറയിലെ തന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച ദ്രവ്യവുമായി പൗലൂസിന്റെ ഇടയിലേക്ക് പോകാൻ വളരെ ആത്മഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതേസമയത്ത് തന്റെ ഹോം അസംബ്ലിയെ സംബന്ധിച്ചും തനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് വാസ്തവത്തില് കാണപ്പെടുന്ന പല മിഷണറിമാരും സുവിശേഷന്മാരും ഫോറിൻ മിഷനിൽ വളരെ താല്പര്യമുള്ളവരും ലോക്കൽ മിഷനിൽ ലീസ്റ്റ് കൺസേണുമായിട്ടുള്ള ആളുകളാണ്. വാസ്തവത്തില് ഫോറിൻ മിഷൻസ് അല്ല നമുക്ക് ലോക്കൽ മിഷൻസാണ് വേണ്ടി. വെളിയിൽ പോകുന്നത് തെറ്റാന്നും പറയാനൊക്കെ, കാര്യം ഞാനും പോയിട്ടുണ്ട്. അവസരം ലഭിച്ചാൽ ഇനിയും പോകാം. എന്നാൽ അതല്ല വിഷയം. നമ്മുടെ പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് ഫോറിൻ മിഷൻസ് അല്ല. അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, താനെ ഈ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏതെങ്കിലും നിലയിൽ ഒരാത്മാവിനെ രക്ഷിക്കണം എന്നുള്ളതാകില്ല. അവിടെ പോയി നമ്മൾക്കാർക്ക് ഒരാത്മാവിനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങൾക്കുള്ള പ്രത്യേകത എന്നാണ് ഞാൻ പറയാം. അമേരിക്കയിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിക്കും അമേരിക്കയിലെ ഓരോ സഭകളും ഓരോ ചർച്ചസുകളും ഓരോ റേഡിയോ സ്റ്റേഷൻസാണ്. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്, പകലൊന്നും വാസ്തവത്തിൽ ഈ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വീടുകളിൽ മിക്കവാറും ആളുകളില്ല. റേഡിയോ ട്യൂൺ ചെയ്ത് 24 അവേഴ്സും
നമ്മുടെ കാത് കുളിർക്ക് ഹൃദയം നിറയത്തക്ക നിലയിൽ നല്ല പഥ്യ വചനത്തിന്റെ ശുശ്രൂഷ പ്രഗത്ഭരായിരിക്കുന്ന ദൈവദാസന്മാർ അവിടെ ചെയ്തു. 24 hours. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത് ദി എയർ ഓഫ് ദി അമേരിക്കൻ എൻവയറമെന്റ് ഇസ് ഫിൽഡ് വിത്ത് ദി സൗണ്ട് വേർഡ് ഓഫ് ഗോഡ് ഓഫ് ടെലികാസ്റ്റിംഗ്. ദൈവവചനത്തിന്റെ പഥ്യോപദേശങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിമജ്ജനപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മിഷണറി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് അവിടെ ഏതെങ്കിലും ഒരു ആത്മാവിനെ രക്ഷിക്കണം എന്നുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ അതിനൊരു ആവശ്യകതയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്ക മുഴുവൻ 24 hours ഓരോ പ്രാദേശിക പള്ളികളും ചർച്ചുകളും എല്ലാം എക്സിസ്റ്റിംഗ് റേഡിയോ സ്റ്റേഷൻസാണ്. പിന്നെ എത്രയോ മനോഹരമായ TV ചാനലുകൾ 24 മണിക്കൂറും പഥ്യോപദേശത്തിന്റെ മനോഹരമായ ശുശ്രൂഷയുള്ള സ്ഥലമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഐ എം നോട്ട് ഡിനൈയിങ് the fact that the foreign mission is not important, but it is അതിന് അവസരം കിട്ടിയാൽ പോവുക, ശുശ്രൂഷ ചെയ്യുക. എന്നാൽ നമുക്ക് ലോക്കൽ മിഷൻ വലിയ വിഷയമാണ്. എപ്പപ്രോദോസ് ഫിലിപ്പിയിലെ സഭയെ സംബന്ധിച്ചും തടവിലായിരിക്കുന്ന അപ്പോസ്റ്റലിനെ സംബന്ധിച്ചും കൺസേൺ ഉള്ളവനായിരുന്നു. അതുകൊണ്ട് അവനെക്കുറിച്ച് പറയുന്നത് വളരെ ആത്മഭാരമുള്ള ഒരു ക്രിസ്തീയ യുവാവ്. അപ്പോൾ അവന് ഒരു സന്തുലിത ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. അവൻ ആത്മഭാരമുള്ള ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. മൂന്നാമത് അവനെ കുറിച്ച് പറയുന്നത് അതിൽ 28-30 ഭാഗങ്ങളാണ്. ഹി വാസ് എ ബ്ലസ്ഡ് ക്രിസ്ത്യൻ. അവൻ ആരായിരുന്നു? ഒരു അനുഗ്രഹീതനായ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ, ഹി വാസ് എ ബേർഡൻഡ് ക്രിസ്ത്യൻ ആൻഡ് ഹി വാസ് എ ബ്ലസ്ഡ് ക്രിസ്ത്യൻ. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. എങ്ങനെയുള്ള ഒരു പൗലോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പഫ്രോസ് തനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. കാരണം കാരാഗ്രഹത്തിന്റെ ആ ഞെരുക്കത്തിൽ അവൻ അവിടെ താമസിച്ച് പൗലോസിന് ശുശ്രൂഷ ചെയ്താവാകുന്നത്. കർത്താവ് പൗലോസിന് വേണ്ടി തടവറയിൽ താമസിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്ത എപ്പഫ്രോസ് പൗലോസിന്റെ ഏറ്റവും വലിയ ഒരനുഗ്രഹമായിരുന്നു. മാത്രമല്ല അവന്റെ പൗലോസിന്റെ ഈ വിഷമകരമാകുന്ന ജീവിത നാളുകളിൽ അവനെ പല നിലയിലും എപ്പഫ്രോസ് ആശ്വസിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവന് പൗലോസിന് മാത്രമല്ല തന്റെ സ്വന്തം പ്രാദേശിക സഭയ്ക്കും ഒരനുഗ്രഹം ആയിരുന്നു. അത് ഈ എപ്പഫ്രോദോസ് എല്ലാ നിലയിലും ഒരനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് വാസ്തവത്തില് പൗലോസിന് അനുഗ്രഹമായി തീർന്ന ഫിലിപ്പിയിലെ സഭയ്ക്കൊരു അനുഗ്രഹമായി നിലനിന്ന ഈ എപ്പഫ്രോദോസ് ഇന്ന് നമുക്കും, അതായത് ലോകത്തിൽ എവിടെയുമുള്ള വിശ്വാസികൾക്കും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരനുഗ്രഹമായി തന്നെ വിശുദ്ധ വേദപുസ്തകം നടക്കുന്നു. വാസ്തവത്തില് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ഫെയ്ത്ത്ഫുൾ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ് ought to be honored in the right way എന്നുള്ളതുകൊണ്ട്, അതായത് വിശ്വസ്തരായിരിക്കുന്ന ദൈവഭൃത്യന്മാരെ ശരിയാമണ്ണ നിലയിൽ സഭ അവരെ കൈക്കൊണ്ടെന്നുള്ളതുകൊണ്ട് റിസീവ് ഹിം ഇൻ ദ ലോർഡ് എന്നാണ് പൗലൂസ് പറഞ്ഞത്. തെസ്സലോനിക്ക വിശ്വാസം എഴുതുമ്പോൾ 1 അതിന്റെ 12-13 ഹോൾഡ് സച്ച് ആൻഡ് റെപ്യൂട്ടേഷൻ. ഇപ്രകാരം ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ആ നിലയിലുള്ള റെപ്യൂട്ടേഷനുള്ള അംഗീകാരമുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവരെ പിൻപറ്റണം. അതുപോലെ നോ വേ കോൺട്രഡിക്ട്സ് ദം. അവരോട് യാതൊരു നിലയിലും എതിരായി നിൽക്കുകയും അരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്തനായിരുന്നു ഈ എപ്പഫ്രോസ്. എങ്ങനെയുള്ളവനായിരുന്നു? സന്തുലിത ജീവിതമുള്ളവൻ, ആത്മഭാരമുള്ളവൻ, മറ്റുള്ളവർക്കും പ്രാദേശിക സഭയ്ക്കും അനുഗ്രഹമായി തീരുന്നവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം ദൈവസന്നയിൽ സന്തുലിതമാണോ? വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ കൂട്ടായ്മയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിലുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റും സുവിശേഷത്തിന്റെ വിശ്വാസത്തിലുള്ള പോരാട്ടവും നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ക്രിസ്ത്യൻസ് ആണ്. നമുക്ക് ദൈവത്തിന് ദാസന്മാരായ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചും അവരുടെ ഭൗതിക ആവശ്യങ്ങളെ സംബന്ധിച്ചും ഉള്ള ആത്മഭാരം ഉള്ളവരാണെങ്കിൽ, ഈ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരിൽ ആത്മാഭിമാനമുള്ള ആളുകൾ എന്തെങ്കിലും ഭൗതിക ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യത്തില്ല, പറയത്തില്ല. എന്നാൽ അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരും മനുഷ്യരാണ്, അവർക്കും മരുന്ന്, അവർക്ക് ആരോഗ്യ സംബന്ധമായ ആവശ്യകതകൾ, ഭക്ഷണം, അതുപോലെ തന്നെ ജീവിത ആവശ്യങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നറിഞ്ഞ് മനസ്സറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിതരായി അവരുടെ ആവശ്യങ്ങളിൽ ഭാരമുള്ള വിശ്വാസികളായിരിക്കണം. അങ്ങനെയുള്ള അനേക ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്, വിശ്വാസ സമൂഹത്തിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവർ ചെയ്യുന്ന എല്ലാ നല്ല ദാനങ്ങളിലും നിമിത്തം ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഈ ഞെരുക്കത്തിൽ ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി എടുത്ത ധനശേഖരം അത്യന്തം സൂക്ഷ്മമായും വിശ്വസ്തമായും അത് ക്യാരി ചെയ്ത് ഇത്രയും ബഹുദൂരമുള്ള ഈ കാരാഗ്രഹത്തിൽ പോയി
രോഗാവസ്ഥയിലായി മരണത്തോളമായി പോയിട്ടും പൗലോസ് ശുശ്രൂഷ ചെയ്ത ഈ എപഫ്രോസ് ഒരു ആത്മഭാരമുള്ള ഒരാൾ, യഥാർത്ഥ ദൈവസ്നേഹിതനായിരുന്നു. മൂന്നാമത്, അവനൊരു ബ്ലസ്സഡ് ക്രിസ്ത്യാനായിരുന്നു, ഒരു അനുഗ്രഹീതനായ വിശ്വാസിയായിരുന്നു. അവൻ പൗലോസിനും തനിക്ക് തന്നെയും ഫിലിപ്പിയിലെ വിശ്വാസികൾക്കും മറ്റുള്ള വിശ്വാസികൾക്കും ഇന്നും തന്നെക്കുറിച്ച് പഠിക്കുന്ന ഏവർക്കും ഒരു അനുഗ്രഹം പകരുന്ന ദൈവദാസനായിരുന്നു. ഇങ്ങനെയുള്ളവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുവാൻ ദൈവത്തിന്റെ വചനം കൽപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെ കൈക്കൊള്ളുവാൻ കൽപ്പിക്കുന്നു. അവരോട് വിരോധമായി നിൽക്കരുത് എന്ന് ദൈവവചനം കൽപ്പിച്ചിരിക്കുന്നു. ഈ പറയപ്പെട്ട നിലയിൽ എപ്പഫ്രോദിത്തോസ് വളരെ മാതൃകായോഗ്യനായ ഒരു പുരുഷനായി തന്റെ ജീവിതം ചെലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും വാസ്തവത്തിൽ സന്തുലിതയുള്ള, ആത്മഭാരമുള്ള, മറ്റുള്ളവർക്ക് അനുഗ്രഹം സമ്മാനിക്കുന്ന ഒരു മാതൃകാ ക്രിസ്ത്യ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള എൻ്റെ കോൺടാക്ട് നമ്പർ 9995715708. Once again I repeat, 9995715708. Thank you.